ഒരു ദിവസം 4 ചിക്കനും കോഴിയെ കഴിച്ചിട്ട് കാര്യമില്ല. പിറ്റേ ദിവസത്തെ പ്രോട്ടീൻ പിറ്റേ ദിവസം വേറെ കഴിക്കണം. ആൻറ്റിബയോട്ടിക് കൊടുത്താൽ വെയിറ്റ് ലോസ് ഉണ്ടാകും, വെയിറ്റ് ഗെയിൻ ഉണ്ടാകില്ല. നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ വെയിറ്റ് കുറയും, ക്ഷീണം വരുമല്ലോ. ആൻറ്റിബയോട്ടിക്കിൻ്റെ ക്ഷീണം കുറഞ്ഞു വരണ കുറേ ദിവസം എടുക്കും. അല്ലോ അവരെല്ലാ ദിവസവും ആഹാരത്തിൻ്റെ ഭാഗമാണ് ഏറ്റവും നൈസായിട്ടുള്ളൊരു നെയ് റോസ്റ്റ് ഉണ്ടാക്കും. ഇതിലേക്ക് ബട്ടർ ചെടിയെന്ന് പറിച്ചതിന് ശേഷം എത്ര സമയത്തിനകം നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ചെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ICMR ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിൻ്റെ റിപ്പോർട്ട് വെച്ച് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ എത്ര വേണമെന്നറിയാമോ? 1 കിലോ ബോഡി വെയ്റ്റിന് 1 ഗ്രാം. 60 കിലോ തൂക്കമുള്ള ഒരാൾക്ക് ഒരു ദിവസം 60 ഗ്രാം പ്രോട്ടീൻ കഴിക്കണം, ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ. പ്രോട്ടീൻ എല്ലാ ദിവസവും കഴിക്കണം, സ്റ്റോർ ചെയ്യത്തില്ല ശരീരത്തിൽ. എല്ലാ ദിവസവും കഴിക്കേണ്ട സാധനമാണ് പ്രോട്ടീൻ. ഒരു ദിവസം 4 ചിക്കനും കോഴിയെ കഴിച്ചിട്ട് കാര്യമില്ല. പിറ്റേ ദിവസത്തെ പ്രോട്ടീൻ പിറ്റേ ദിവസം വേറെ കഴിക്കണം, സ്റ്റോർ ചെയ്യത്തില്ല. എക്സസ് ഉള്ള പുറത്തു പോകും. ICMRന്റെ കണക്ക് വെച്ച് ഇവിടെ 4 നേരം ആഹാരം കഴിച്ചാൽ പോലും 20 ഗ്രാമിൽ കൂടുതൽ പ്രോട്ടീൻ കിട്ടുകയില്ല. ഇതിൻ്റെ ഡെഫിഷ്യൻസി മുഴുവനുമാണ് രോഗമായിട്ട് വരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം. ഇപ്പം ഇതിനകത്ത് ആ കൂടി കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ഉണ്ട്. ഏതാണെന്നറിയാം? ബ്രോയിലർ ചിക്കനുമായിട്ട് ബന്ധപ്പെട്ട് ചില ആൾക്കാർ ഇതിനകത്ത് മുഴുവൻ ഹോർമോണാണെന്ന് പറയും. ഒത്തിരി പേര് ഡോക്ടർമാരൊക്കെ തന്നെ പറയുന്നു, ഒത്തിരി ഇതിനകത്തൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ന് വരെ നമ്മുടെ അറിവിൽ ഒരു ഫാംകാരനും അങ്ങനെ സാധനം അവരുടെ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കുന്ന ഒരു പരിപാടി ഇല്ലെന്നാണ് ഫാംകാർ തർപ്പിച്ച് പറയുന്നത്. അത് ക്രോസ് ബ്രീഡിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന, അതായത് ഉൽപ്പാദനക്ഷമത കൂടിയ ഇതിലൂടെ ഡെവലപ്പ് ചെയ്ത്. ഇപ്പോൾ പശുവിന് നമ്മൾ നാഴി പാല് കറന്നുകൊണ്ടിരുന്നിടത്ത് 25 ലിറ്റർ പാല് കറക്കുന്ന പശുവിനെ കറക്കുന്നിടത്ത് ആൾക്കാർക്ക് സംശയമില്ല. കോഴിയുടെ കാര്യത്തിൽ മാത്രമാണ് സംശയം. പറഞ്ഞ പോയിന്റ് പിടി കിട്ടിയോ? നമ്മൾ നാഴിപ്പാല് നേരത്തെ കറന്നിരുന്നുള്ളൂ. ഇപ്പോൾ 25 ലിറ്റർ പാല് കറക്കുന്ന ഈ പ്രോട്ടീൻ ഇങ്ങനത്തെ ഒരു ഇത് വന്നതോടുകൂടിയാണ്, ബ്രോയിലർ വന്നതോടുകൂടിയാണ് നാട്ടിൽ സാധാരണ ആൾക്കാർക്ക് ഏറ്റവും വില കുറഞ്ഞ് പ്രോട്ടീൻ കിട്ടാനായിട്ട് സാധ്യമായത്. ഈ കോഴി വന്നതിന് ശേഷമാണ്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഇവിടെ ഏത് പഠനങ്ങളൊക്കെ ഉള്ളൂ, നമ്മൾ ഈ ഫാമുകളെല്ലാം പോവുകയും വിസിറ്റ് ചെയ്യുകയും അതിനെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ട് പറയുക. ഹോർമോൺ ഇഞ്ചക്റ്റ് ഒന്നാമത് ആൻറ്റിബയോട്ടിക് കൊടുക്കും, ഹോർമോൺ കൊടുക്കും. ഈ 2 കാര്യങ്ങളാണ് പൊതുവെ പറയുന്നത്. ആൻറ്റിബയോട്ടിക് ഈ ലോക്കൽ ഇതിലൊക്കെ ഫാമുകളിലൊക്കെ തൂങ്ങി നിൽക്കുന്ന കോഴിയെ ചിലപ്പോൾ അവർ പാരസെറ്റമോളൊക്കെ കൊടുത്ത് ഈ പനി വരുന്ന നിൽക്കുന്ന കോഴിക്കൊക്കെ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. ആൻറ്റിബയോട്ടിക് കൊമേഴ്ഷ്യലായിട്ട് കൊടുക്കുന്നവർക്ക് നഷ്ടമാണ്. കാരണം ആൻറ്റിബയോട്ടിക് കൊടുത്താൽ വെയിറ്റ് ലോസ് ഉണ്ടാകും, വെയിറ്റ് ഗെയിൻ ഉണ്ടാകില്ല. നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ വെയിറ്റ് കുറയും, ക്ഷീണം വരുമല്ലോ. ആൻറ്റിബയോട്ടിക്കിൻ്റെ ക്ഷീണം കുറഞ്ഞു വരണ കുറേ ദിവസം എടുക്കും. അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ഫാം നടക്കുന്നതിന് നഷ്ടമാണ്. ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ലാഭത്തിലാവുമല്ലോ ഫാം. അതുകൊണ്ട് അവരറിഞ്ഞുകൊണ്ട് നിവൃത്തികൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുകയില്ല. അല്ലാതെ ചിലപ്പോൾ ചത്തുപോകുമെന്ന് തോന്നുന്ന വല്ലതിനൊക്കെ കൊടുത്തെങ്കിലേ ഉള്ളൂ. പിന്നെ അതിനകത്തൊരു വരാവുന്നൊരു കാര്യം ന്യൂട്രീഷൻ ഇൻബാലൻസ് ഉണ്ട്. കാരണം കൈത്തീറ്റ് മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ. ഈ 41 ദിവസം കൊണ്ട് അതിന് ഇട്ട് കൊടുക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ, പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു അത്ര അൺഹെൽത്തിയാണ് കുറച്ചൊക്കെ, അതൊക്കെ സത്യമാണ്. നാടൻ കോഴിയെ കഴിക്കാൻ പറ്റുന്നവർ അത് ഉപയോഗിക്കുക, അതാണ് നല്ലത്. അല്ലെങ്കിൽ ബ്രോയിലർ ആണെന്ന് വെച്ചാലും ഇവർ പറഞ്ഞുണ്ടാക്കുന്ന അത്രയും ബഹളമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ പഠിച്ചിടത്തോളം. രണ്ടാമത് ഫാറ്റ് എന്ന് പറഞ്ഞത് ചീത്തയോ നമ്മളൊക്കെ പേടിച്ചിട്ടുണ്ട്. അയ്യോ ഫാറ്റാ കൊളസ്ട്രോളാണ്. പണ്ടത്തെ പഠനം എന്തായിരുന്നു അറിയാം? എന്തുകൊണ്ടാണ് മുട്ട കഴിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതെന്നറിയോ? കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും 2 കൊളസ്ട്രോൾ, LDL ആൻഡ് HDL. LDL എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ, HDL എന്ന് പറഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ. മുട്ട പോലത്തെ സാധനങ്ങൾ, മുട്ട ചിക്കനൊക്കെ കഴിക്കുമ്പോൾ LDL കൂടും. LDL കൂടുന്നതാണ് ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് എന്നുള്ളതായിരുന്നു നേരത്തെ ഉള്ള പഠനങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പഠനം അതല്ല. LDL കൂടിയാലും കുഴപ്പമില്ല, HDL താന്നു പോകുന്നതാണ് ഹാർട്ട് ഡിസീസിന് കാരണം എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ. അപ്പോൾ ഈ HDL കൂട്ടാനുള്ള സാധനങ്ങൾ നല്ല കൊഴുപ്പ് എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്നത്. വെളിച്ചെണ്ണ ഏതെങ്കിലും ഫോമിൽ എല്ലാ ദിവസവും ഉള്ളിൽ ചെല്ലണം. അര തേങ്ങയെങ്കിലും ഒരു ദിവസം കഴിക്കാമെങ്കിൽ അത്ര കണ്ട് നല്ലത്. ഇത് മാറ്റിയിട്ടാണ് നമ്മുടെ പാം ഓയിൽ പോലത്തെ സാധനങ്ങൾ കൊണ്ടുവന്നത്. പാം ഓയിൽ എന്തിനാണ് കൊണ്ടുവന്നറിയോ? അത് ഈ LDL കൂട്ടുകയില്ല എന്നുള്ളതായിരുന്നു പാം ഓയിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം. പക്ഷേ HDL ഉയർത്തിയല്ല, അവിടെയാണ് പ്രശ്നം. ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ ഉടുപ്പി ഭാഗത്തെ, നമ്മുടെ കർണാടകയിൽ ഉടുപ്പി ഭാഗത്ത് അവിടെ ഏറ്റവും കൂടുതൽ ബ്രാഹ്മിൻസാണ്. അവിടെ കാരണവന്മാർ പ്രായമുള്ളവർ മുഴുവനും എന്തായാലും അവരെല്ലാ ദിവസവും ആഹാരത്തിൻ്റെ ഭാഗമാണ് ഏറ്റവും നൈസായിട്ടുള്ളൊരു നെയ് റോസ്റ്റ് ഉണ്ടാക്കും. ഇതിലേക്ക് ബട്ടർ സാധനമാണ് ഇവർ കഴിക്കുന്നത് മുഴുവൻ. അവർക്ക് ഹാർട്ട് ഡിസീസ് വളരെ കുറവാണ്. ഏതെങ്കിലും ഫോമിൽ എല്ലാ ദിവസവും നെയ്യ് കഴിച്ചിരിക്കണം. നെയ്യൊക്കെ പണ്ട് മുതൽ നമ്മുടെ ഇവിടെ പ്രകൃതി ചികിത്സക്കാരും പാരമ്പര്യ ചികിത്സക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെയ്യ് സൂപ്പർ ഫുഡായിട്ടാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് ഈ അമ്പലങ്ങളിലൊക്കെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഈ സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകെ ശാസ്ത്രമുണ്ട്. ഈ സാധനം എല്ലാ ദിവസവും കഴിക്കാൻ സൂപ്പർ ഫുഡാണ്, ഇതൊന്നും കഴിക്കരുതെന്നായിരുന്നു ഇവിടുത്തെ കുറേ കാലത്തെ ടീച്ചിങ്. അത് നടക്കുകയും ചെയ്തു, വിജയകരമാവുകയും ചെയ്തു ആ പരിപാടി. ഈ പല ആൾക്കാരുടെയും വിചാരം ഈ നെയ്യും ബട്ടറൊക്കെ കഴിച്ച് നേരെ ഇത് ബ്ലഡ് വെസലിനകത്തേക്ക് കയറുന്നു, നേരെ ഹാർട്ടിൻ്റെ അവിടെ ചെന്ന് ബ്ലോക്ക് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണല്ലോ പലപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. ഇതല്ല, ഞാൻ രാവിലത്തെ ഇതിനകത്ത് പറഞ്ഞല്ലോ, പച്ചപ്പുല്ല് മാത്രം തിന്നുന്ന പശു തരുന്ന സാധനം മുഴുവൻ ഫാറ്റാണ്.
അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഫാറ്റ് അവർ കഴിക്കുന്നില്ല, അവരുടെ ലിവർ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അതാണ് പാലിനകത്തോടെ നമുക്ക് കിട്ടുന്നു, മുഴുവൻ ഫാറ്റ് നമുക്ക് തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവർ ഇതേ പണി ചെയ്യുന്നുണ്ട്. എന്ത് കഴിക്കുമ്പോഴാണ്? അരി കഴിക്കും, അരി, ഗോതമ്പ്. ഇനി ഏറ്റവും കൂടുതൽ വേണ്ടത് ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. പല്ല്, കണ്ണ്, ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ ആവശ്യം വിറ്റമിൻസും മിനറൽസും ആണ്. ഇത് നമ്മൾ കിട്ടുന്ന എന്ത് സോഴ്സിൽ നിന്നാണ്? നല്ല ക്വാളിറ്റിയുള്ള പച്ചക്കറി, അതും ചെടിയെന്ന് പറിച്ചതിന് ശേഷം എത്ര സമയത്തിനകം നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ചെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. തമിഴ്നാട്ടിലോ കർണാടകയിലോ എവിടെയോ ഉണ്ടാക്കി ദിവസങ്ങളോളം കഴിഞ്ഞ് മാർക്കറ്റിലിട്ട് ചവിട്ടിക്കൂട്ടി ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കിട്ടി, അത് കഴിഞ്ഞത് ഫ്രിഡ്ജിൽ കയറ്റി ഇറക്കി കഴിക്കുന്നതിനകത്ത് മജോറിറ്റി സാധനം പോയി കഴിഞ്ഞു. പിന്നെ പോകാത്തത് വിഷം മാത്രമേ ഉള്ളൂ. തണുപ്പിച്ച് കഴിഞ്ഞാൽ പോകുന്ന വിറ്റമിൻസ് ഉണ്ട്, ചൂടാക്കിയാൽ പോകുന്ന വിറ്റമിൻസ് ഉണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് പലരും കഴിക്കുന്നത്. ഫാം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും പരമാവധി കഴിക്കണം. പല പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തൊലിയിലാണ് പോഷകം കൂടുതലിരിക്കുന്നത്. ഈ തൊലിയുടെ കളർ കൊടുക്കുന്ന ഭാഗത്തിന് ബയോഫ്ലവനോയിഡ്സ് എന്നാണ് പറയുന്നത്. ഈ ബയോഫ്ലവനോയിഡ്സ് ഉണ്ടെങ്കിലേ പോഷകം ശരിയായിട്ട് എടുക്കുകയുള്ളൂ, ശരീരം വലിക്കുകയുള്ളൂ.